ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പം അവിടെ സമാധാനം ഇല്ലാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ ശ്രീകാന്ത്. പക്ഷെ വർഷയാണെങ്കിലോ അവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വർഷയുടെ അടുത്തേക്ക് വർഷയെ എന്ന് വിളിച്ച് ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പോലും മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഗെയിം ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ലാസ്റ്റ് ലെവലിലുള്ളത് കമോൺ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഫോൺ അങ്ങ് തട്ടിപ്പറിച്ചു മാറ്റി. ശ്രീകാന്ത് എന്തേ കാണിച്ചത്? ഞാൻ വിൻ ചെയ്യാൻ പോവായിരുന്നു, നശിപ്പിച്ചു. എന്തിനാ നീ ഇപ്പം എൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞെന്ന് ചോദിച്ചു വർഷം. ഞാനിവിടെ വന്നതും വിളിച്ചതൊന്നും നീ അറിയുന്നില്ല. ഗെയിമിൽ മുഴുകിയിരിക്കുകയാണെന്നും ഫോൺ വലിച്ചെറിയുകയല്ല വേണ്ടത്, ചൂടുവെള്ളത്തിൽ കൊണ്ട് ഇടണമെന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീകാന്ത് വന്നതും വിളിച്ചതും തൊട്ടതും ഒക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ശ്രീകാന്തിന് എന്താ വേണ്ടതെന്ന് വർഷ ചോദിച്ചു. റെഡിയാവുക, നമുക്ക് പോകാം എന്നിങ്ങനെ പറയുമ്പോൾ വർഷ നോക്കുക. അപ്പോൾ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പെട്ടെന്ന് നമുക്ക് പോകണം, പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. അപ്പോൾ എവിടെ പോകാനാണെന്ന് ചോദിച്ചു. വീട്ടിൽ പോകാനാണെന്ന് പറയുമ്പോഴേക്കും നിനക്കെന്താ പരിസരബോധം ഒന്നുമില്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്, അപ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊന്നും അല്ലല്ലോ നിൽക്കുന്നതെന്ന് വർഷ ശ്രീകാന്തിനോട് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അതിന് നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? 2-3 കൊല്ലം കഴിഞ്ഞ് ലോൺ എടുത്ത് സ്വന്തമായി വീട് വാങ്ങിക്കാമെന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പം എന്താ ജോക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വീടില്ലല്ലോ എന്ന് വർഷ പറയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ശ്രീകാന്തിന് എവിടെ വീടുള്ളത്? അത് ശ്രീകാന്തിൻ്റെ സ്വന്തം വീടൊന്നും അല്ലല്ലോ എന്ന് വർഷ ചോദിക്കും കേട്ടോ. ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീടല്ലേ എന്ന് ചോദിക്കുമ്പം ആയിക്കോട്ടെ, ആ വീട്ടിലായിരുന്നല്ലോ നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞിരുന്നത്, അവിടേക്ക് പോകാം, പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു ശ്രീകാന്ത്. ആ വീട്ടിലേക്ക് ഇനി ഞാൻ വരില്ല എന്ന് വർഷ പറയുമ്പം എന്തുകൊണ്ട് വരില്ല? എൻ്റെ അച്ഛനെ അടിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ആൾ വരുന്ന വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് വർഷ തീർത്തു പറഞ്ഞു. അപ്പം സച്ചേട്ടൻ മാത്രം കഴിയുന്ന വീടാണോ അതെന്ന് ചോദിക്കുമ്പം അദ്ദേഹം അവിടെ ഉണ്ടല്ലോ. അത്ര ആൾക്കാർക്ക് മുന്നിൽ വെച്ചാൽ എൻ്റെ അച്ഛനെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ തല്ലിയത്, അദ്ദേഹം കഴിയുന്ന വീട്ടിലേക്ക് ഞാൻ വരണോ? അപ്പം തെറ്റ് സച്ചേട്ടൻ്റെ ഭാഗത്ത് മാത്രമല്ല നിൻ്റെ അച്ഛൻ്റെ ഭാഗത്തും ഉണ്ട്. രേവതി അടുത്ത് മാല മോഷ്ടിച്ചെന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് സച്ചേട്ടൻ ആ ദേഷ്യത്തിന് ശ്രീകാന്ത് പറയുമ്പോൾ നോക്ക്, എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ടേ ശ്രീകാന്തിൻ്റെ ഏട്ടൻ ചെയ്തത് തെറ്റല്ലാതാവുന്നില്ല എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുക. അച്ഛൻ പറഞ്ഞതിന് തിരിച്ചു പറയാമായിരുന്നല്ലോ ശ്രീകാന്തിൻ്റെ ഏട്ടനെ. പ്രായത്തെ പോലും ബഹുമാനിക്കാതെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ അച്ഛനെ അടിക്കുകയല്ലേ ചെയ്തത്. എൻ്റെ അച്ഛനെ അദ്ദേഹം അടിച്ചതിൽ ശ്രീകാന്തിന് വിഷമമില്ലേ എന്നൊക്കെ വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കണം. ശ്രീകാന്ത് എന്താ ഇതൊക്കെ എൻജോയ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചീപ്പ് മെൻറ്റാലിറ്റി ഒന്നും എനിക്കില്ല എന്നും പോയ സംഭവങ്ങളെപ്പറ്റി ഇനി സംസാരിച്ചിട്ട് എന്താ കാര്യമൊന്നും അച്ഛന് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ചല്ലേ അടി കിട്ടിയത്, അതിൻ്റെ വിഷമം എന്തായാലും അച്ഛനുണ്ടാകുമെന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛന് വിഷമമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ശ്രീകാന്ത്. അച്ഛനെന്നെ വിളിച്ചിരുന്നു, നമ്മളോട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പം ശ്രീകാന്തിൻ്റെ അച്ഛന് വിഷമം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ശ്രീകാന്തിന് വിഷമമായി, അതിന് പരിഹാരം ഉണ്ടാക്കണം. എൻ്റെ അച്ഛൻ്റെ വിഷമം ഞാൻ ക്യാഷ്വലായിട്ട് എടുക്കണം അല്ലേ? അതല്ലേ ശ്രീകാന്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ വർഷേ അച്ഛൻ വിളിച്ചതല്ലേ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അച്ഛൻ വിളിച്ചെങ്കിൽ ശ്രീകാന്ത് ചെല്ല്, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞു വർഷം ഒറ്റക്കാലിൽ തന്നെ നിൽക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. വർഷേ ഒരു ഡിഷ് പാകം ചെയ്യുമ്പോൾ അതിൽ സോൾട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ശരിയാക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ ഡിഷ് കളഞ്ഞ് വേറെ ഡിഷ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. നോക്ക്, അല്ലാതെ ശരിയാക്കാൻ വേണ്ടി വീണ്ടും പാചകം ചെയ്താലേ അത് ബേണായി ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിലാകുമെന്നും അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രീകാന്ത് പറയണം. ഓരോ പ്രശ്നം നടന്നാൽ അത് മറക്കണം, അല്ലാതെ അതിൽ പിടിച്ച് തൂങ്ങിക്കിടന്നാലേ ലൈഫ് സന്തോഷത്തോടെ മുന്നോട്ട് പോവില്ല എന്ന് പറയുമ്പോൾ കുക്കിംഗ് വെച്ച് ഫിലോസഫി പറയാണോ നീ? അപ്പം എൻ്റെ പ്രൊഫഷൻ വെച്ച് ഞാനും പറയാം, ഒരു ക്യാരക്ടറിന് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ ഡയലോഗ് തെറ്റിപ്പോയാൽ അത് ശരിയാകുന്നത് വരെ വീണ്ടും പറയണം. അല്ലെങ്കിൽ ആ ഡയലോഗ് പിന്നീട് കേൾക്കുമ്പോൾ വിഷമം തോന്നും. അതുപോലെ തന്നെയാണ് ലൈഫും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും പറഞ്ഞു. ഒരു ബാഡ് ഇൻസിഡൻറ്റ് നടന്ന് അതിന് ശരിയായ സൊല്യൂഷൻ ഉണ്ടാകുന്നത് വരെ അത് മനസ്സിൽ നിന്ന് പോവില്ല, വിഷമം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്നും പിന്നെ ഞാനേ ശ്രീകാന്തിനെ പോലെയല്ല, ഇതൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ എന്നെ കിട്ടില്ല എന്നും വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു. വർഷ എനിക്കൊന്നും അറിഞ്ഞാൽ മതി, ഇപ്പം നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ വരുന്നില്ല, അതേസമയം ശ്രീകാന്ത് പോകുന്നത് ഞാൻ തടയുകയില്ല എന്ന് വർഷ ശ്രീകാന്തിനോട് പറയണം. ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. വർഷ ആകെ വിഷമിച്ച് അന്തം വിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് മധുസൂദനൻ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് പെട്ടിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ പിന്നാലെ മഹിമയും വന്നു. മഹിമ വന്നിട്ട് ശ്രീകാന്ത് ഇതെവിടെ പോവാ, വല്ലതും കഴിച്ചിട്ട് പോ മോനെ എന്നൊക്കെ മഹിമ പറഞ്ഞു കേട്ടോ. വേണ്ട, എൻ്റെ വിശപ്പില്ലാതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇറങ്ങുമ്പോൾ മോനെ ഫംഗ്ഷന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, വിശപ്പില്ല എന്ന് പറഞ്ഞാൽ കള്ളവാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം മധുസൂദനൻ പറയുമ്പം എനിക്ക് വിശക്കുന്നില്ല, ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോകാൻ നോക്കുമ്പോൾ വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ അവനിപ്പോൾ ഉള്ളതെന്നും മഹിമ ഇങ്ങനെ പറയുക കേട്ടോ.
മധുസൂദനനോട്. പിന്നെ സന്തോഷിക്കേണ്ട ഒരു ദിവസം അതിങ്ങനെയായിപ്പോയി. അതിന് ഞാനാണോ കാരണക്കാരൻ? മര്യാദ എന്തെന്നാണെന്ന് അറിയാത്ത ഒരുത്തനും എൻ്റെ വീട്ടിലുണ്ടല്ലോ. ആ റൗഡിയാണ് സന്തോഷം നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനൻ ഇങ്ങനെ പറയുമ്പം രേവതി അടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്കിൾ കള്ളിയാക്കിയില്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് തെറ്റല്ലേ ആൻറ്റി എന്ന് ശ്രീകാന്ത് ഇവരോട് നേർക്ക് നേരെ നിന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ എന്ന് വെച്ച് നിന്റെ ചേട്ടൻ ചെയ്തത് തെറ്റല്ലാതാകുമെന്ന് മഹിമ ശ്രീകാന്തിനോട് ചോദിക്കുക കേട്ടോ. പ്രായത്തിൻ്റെ ബഹുമാനം കൊടുക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ഇദ്ദേഹത്തിനെ അടിച്ചത് നീ കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശ്രീകാന്തിനെ ഇങ്ങനെ ഇവർ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കാം. ഇദ്ദേഹത്തിന് നല്ല മനസ്സുള്ളത് കൊണ്ട് ക്ഷമിച്ചു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നിന്റെ ഏട്ടൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നു മഹിമ. എന്തേ ചെയ്യാനാ, മകളെ കെട്ടിയവൻ്റെ ഏട്ടനായി പോയില്ലേ. മാനവും മര്യാദ ഇല്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ മാനവും മര്യാദയും എല്ലാവർക്കും വേണം ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പറയും. അന്നേരം രേവതി അടുത്ത് മാല മോഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുൻപ് അങ്കിൾ ആലോചിക്കണമായിരുന്നു അതെന്ന കാര്യവും ശ്രീകാന്ത് പറഞ്ഞു. അങ്കിള് പക്വതയോടെ പെരുമാറിയിരുന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഇവരോട് നേർക്കുനേരം നിന്ന് സംസാരിക്കുക കേട്ടോ. എൻ്റെ ഏട്ടനെ മാത്രം അങ്ങനെ കുറ്റം പറയണ്ട. ഏട്ടനെ കുറ്റം പറയുന്നതിന് മുൻപ് അങ്കിൾ ചെയ്ത തെറ്റിനെ പറ്റി ആദ്യം ആലോചിക്കാനും നമ്മുടെ ശ്രീകാന്ത് പറയുമോ. മഹിമയ്ക്ക് പിന്നെ മിണ്ടാട്ടോ ഇല്ലാട്ടോ. അതും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോണു. ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അവൻ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ മഹിമയെന്ന് മധുസൂദൻ ചോദിക്കാം. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞിട്ട് പോയതാ. അവൻ നല്ല പയ്യനാ മധുവേട്ടാന്ന് മഹിമ മധുവിനോട് പറഞ്ഞു. വർഷയ്ക്ക് ചേർന്നവൻ തന്നെയാ. പിന്നെ അവൻ വർഷയ്ക്കൊപ്പം ഈ വീട്ടിൽ താമസിക്കണം. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ നിന്ന് പറയണു. അതൊക്കെ ചീറ്റിപ്പോയി ടെൻഷനായി നിൽക്കുമ്പോഴാണ് മധുവേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അതോടെ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്തായാലും നടന്നു. ഞാൻ അടി വാങ്ങിച്ചപ്പോൾ നിനക്ക് സന്തോഷമായല്ലേ എന്ന് മധു ചോദിക്കുമ്പം അതല്ലേ ഏട്ടാ, അവർ രണ്ടുപേരെയും ഈ വീട്ടിലെത്തിക്കാൻ നല്ലൊരു ചാൻസ് നമുക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. നീ പറഞ്ഞതുപോലെ ഇവൻ നമ്മുടെ മകൾക്ക് ചേർന്ന പയ്യൻ തന്നെയാണ്. വർഷയ്ക്കൊപ്പം അവൻ ഈ വീട്ടിൽ താമസിക്കണമെന്ന് മധുസൂദനം പറയുമ്പം ശരിയാണെന്ന് മഹിമയും. ഡ്രൈവർ രവീന്ദ്രന് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണതെന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ അവിടെ നിന്ന് നല്ല അന്തസ്സായിട്ട് നിന്ന് പകരം വീട്ടാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക അവിടെ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. രവിയേട്ടനോട് അന്നേരം ഇനിയിപ്പോൾ വർഷ ഈ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് തോന്നണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവനും ഇങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല, അവനും അവിടെ തന്നെ സ്ഥിരതാമസം ആക്കുമെന്ന് പറയുമ്പം അവൻ പോയിട്ട് അതിനൊരു ദിവസം പോലും ആയിട്ടില്ലല്ലോ ചന്ദ്രൻ, നിന്റെ വിഷമം കണ്ടാൽ തോന്നും അവൻ പോയിട്ട് കുറേ ദിവസമായെന്ന്. നീ എന്തേ കാണിക്കുന്നത്? അവനവിടെ നിൽക്കത്തൊന്നുമില്ല, അവൻ ഇങ്ങോട്ട് തന്നെ വരും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ വരുത്തില്ല, ഉറപ്പാ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ വേറെ താമസിച്ചവനെ വളരെ കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഞാനെന്നും അവനിപ്പോൾ ഇവിടം വിട്ടു പോയി എന്നും പറഞ്ഞ് ചന്ദ്രമതി സങ്കടപ്പെടുമ്പം കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോകുന്ന സാധാരണയല്ലേ, അതുപോലെ തന്നെ നീ ഇതിനെ കണ്ടാൽ മതി, അവൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. ചുമ്മാ അത് തന്നെ ഇങ്ങനെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കയറി വരിക. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ പോയി കഴിക്കാം, നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് പറയുകയാണ്. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കയറി വരുമ്പോൾ ചന്ദ്രമതി രേവതിയെയും സച്ചിയെയും കൊല്ലാൻ ഭാഗത്തിന് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ രവിയേട്ടൻ ഇവരെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്രമതിയുടെ കലിപ്പൊന്നും കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. രേവതിക്കാണ് ചങ്കിടിച്ചിട്ട് പാടില്ല ചന്ദ്രമതിയെ കണ്ടിട്ട്. ചന്ദ്രമതിയുടെ നോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുളച്ചിറങ്ങി പോകുന്ന നോട്ടമാണ്. സച്ചി ഒന്നും കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. സച്ചി എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ചന്ദ്രമതി നിൽക്കണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സച്ചിയെ വിളിച്ചു. സച്ചി അന്നേരം പിന്നെ എന്ത് എന്നുള്ള രീതിയിൽ ഒരു കൂസലില്ല നിൽക്കാം. ആ സമയത്ത് എന്തിനാണ് നീ ഇവിടേക്ക് വന്നോന്ന് ചോദിച്ചു ചന്ദ്രമതി സച്ചിയോട്. ഇത് നമ്മുടെ വീടല്ലേ എന്ന് ചോദിക്കുക സച്ചി. മാറിയിട്ടൊന്നുമില്ലല്ലോ, വീട് മാറിപ്പോയോ? ഇല്ലല്ലോ രേവതി, എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ ഇവർ ചോദിക്കുന്നു. ഇത് നിങ്ങളുടെ വീടോ? ഇത് എൻ്റെ വീടാണെന്നും രണ്ടുപേരും വീടിന് പുറത്ത് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. രവിയേട്ടനെ ഞെട്ടിയിട്ട് ഈ പറച്ചിലൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇവർ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ എന്താ നോക്കി നിൽക്കുന്നേ, ഞാൻ പറഞ്ഞത് നീ ഒന്നും കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യം ചന്ദ്രമതി. അപ്പോൾ ഇവരെവിടെ പോകാനാ ചന്ദ്ര എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും പോട്ടെ, ഈ വീട്ടിൽ കാലെടുത്ത് വെക്കരുതെന്ന് പറഞ്ഞു ചന്ദ്ര. അപ്പോൾ സച്ചി അതെന്ത് പറ്റി, തറ ഇപ്പോൾ തുടച്ചതേ ഉള്ളോ അതോ തറയിൽ വല്ല വെള്ളമുണ്ടോ, എന്താ? അല്ല ഈ കാലെടുത്ത് വെക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ സച്ചി അമ്മ നല്ല ദേഷ്യത്തിലാണെന്ന് രേവതി ഇങ്ങനെ പതുക്കെ സച്ചിയുടെ ചെവി പറയുമ്പോഴത്തേക്കും ശ്രുതിയും കൂടെ വന്നു. വീണ്ടും ശ്രുതി ചിരിക്കാൻ തുടങ്ങി. ഓ അതുകൊണ്ടാണോ, അതാണോ കാര്യം, ദേഷ്യത്തിലായതുകൊണ്ടാല്ലേ? ശരി ദേഷ്യപ്പെട്ടോ അച്ഛാ. അതെ, എന്തിനാ അമ്മ അകത്തേക്കൊക്കെ കയറരുതെന്നൊക്കെ പറഞ്ഞേ? അപ്പോൾ ഇവളങ്ങനെ പലതും പറയും, നിങ്ങൾ അകത്തേക്ക് എല്ലാം പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. എൻ്റെ വാക്കിന് വീട്ടിൽ ഒരു വിലയും ഇല്ലേന്ന് ചന്ദ്രമതി ചോദിച്ചു. ഇവൻ കാരണമാണ് എൻ്റെ മോൻ വീട്ടിൽ വരാതെ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയതെന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് ഒച്ച വയ്ക്കുന്നു.
ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കയറി വന്ന് സന്തോഷത്തോടെ കഴിയണ്ട എന്ന് പറഞ്ഞ് ഇവർ ഈ വീട്ടിൽ താമസിക്കണ്ടെന്നും ചന്ദ്രമതി പറഞ്ഞു. ഓ അപ്പം അതാണ് എന്നും പറഞ്ഞ് സച്ചി നിൽക്കുമ്പം ശ്രുതി ദേ അമ്മ ഇവരെ എപ്പോൾ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് ശ്രുതി പറയാം. അതെ അമ്മ ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ശ്രുതി, ഇത് വലിയ വിഷയമാകുമെന്ന് ഉറപ്പാണെന്ന് ശ്രുതിയോട് ചെവിയിൽ പറയുന്നു. ആ സമയത്ത് അമ്മ എന്താ ഞങ്ങളോട് ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറയുന്നത്? എന്താടി ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നെന്ന് രേവതിയോട് ചന്ദ്രമതി അന്നേരം തട്ടി കയറി ചോദിക്കുന്നു. ഒന്നും അറിയാത്ത പാവത്തെ പോലുള്ള നിന്റെ അഭിനയം നീ അതവിടെ അങ്ങ് വെച്ചാൽ മതി എന്നൊക്കെ ചന്ദ്രമതി രേവതിയോട് പറയുക. എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുക കേട്ടോ. എനിക്ക് നിന്നെപ്പറ്റി നന്നായിട്ട് അറിയാൻ വേണ്ടി, നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്കറിയാം. ഇവൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, അത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞിട്ട് സച്ചേട്ടൻ അടിച്ചതുപോലെയാണല്ലോ അമ്മ പറയുന്നത്. എന്താടി സംശയം? നീ ഇവനെ കുത്തി വിട്ടത് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ കുറ്റം പറയുന്നു. സച്ചി കലുകേറി നിൽക്കാം. വർഷ ഈ വീട്ടിൽ താമസിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല, അതിൻ്റെ പരിപാടിയല്ലേ നീ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ ചോദിക്കണം. അവൾ ഈ വീട് വിട്ട് പോകാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേ ഞാൻ പറഞ്ഞിട്ടാ വർഷ ഈ വീട്ടിലേക്ക് വന്നത്, അവളുടെ അമ്മ അതിന് സമ്മതിച്ചത്. പിന്നെ അവൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് രേവതി ചന്ദ്രമതിയോട് ചോദിക്കുക. അപ്പോൾ ചന്ദ്രമതിയുടെ വായിലൊന്നുമില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നിനക്ക് തനിയെ ഇവിടെ കിടന്ന് ആടണം, അതിനു വേണ്ടിയല്ലേടി നീ അവളെ പറഞ്ഞു വിടാൻ നോക്കിയതെന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി അങ്ങ് തുള്ളുമ്പോഴേക്കും ആടാൻ എന്താ ഇത് കലോത്സവ വേദിയോ എന്തെങ്കിലുമൊക്കെ അങ്ങ് കയറി പറയുക. വാരേവതി എന്ന് പറഞ്ഞ രേവതിയും കുട്ടി സച്ചിൻ കയറി പോകാൻ നോക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ആ സ്റ്റെപ്പിൻ്റെ അവിടെ ചെന്ന് തടഞ്ഞ് അങ്ങനെ അങ്ങ് നിന്നു. പുറത്തേക്ക് പോകാൻ പറഞ്ഞതല്ലേ ഞാൻ എന്നും ചോദിച്ചേ. അപ്പോഴേക്കും രവിയേട്ടൻ എന്തിനാ ചന്ദ്ര ഇവരോട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചു. അല്ല ആരതി എടുത്ത് സ്വീകരിക്കാൻ ഞാനിവരെ ഇവൻ ചെയ്തത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ നിങ്ങളിവനെ ശാസിച്ചോന്നും കൂടെ ചേർത്ത് ചോദിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രായം പോലും നോക്കാതെ ഇവൻ കൈ നീട്ടി അടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുക. പിന്നെ വർഷയുടെ കൂടെ ശ്രുതിയുടെ ചടങ്ങ് കൂടി നടത്തട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പം സന്തോഷത്തോടു കൂടി സമ്മതിച്ചവരവർ. പിന്നെ അങ്ങനെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ മനസ്സ് വേണമെന്നൊക്കെ ചോദിക്കുക ചന്ദ്ര. ഓ ഭൂമിയെക്കാളും വലിയ മനസ്സാണോ? നിങ്ങൾ അളന്ന് നോക്കിയിട്ടുണ്ടോ? മിണ്ടോ ഇരുടോ അവിടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു. ഒരു വലിയ മനുഷ്യനെ കൈ നീട്ടി അടിക്കാൻ നിനക്ക് അല്പം പോലും ലജ്ജയില്ലെന്ന് ചോദിക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ അയാൾക്ക് ലജ്ജയില്ലെന്ന് നിങ്ങൾ അവിടെ പോയി ചോദിക്കാനായിട്ട് സച്ചി അന്നേരം തള്ളയോട് പറഞ്ഞു. ഓ അങ്ങനെ നിൽക്കുക ശ്രുതിയൊക്കെ. അപ്പം മുതിർന്ന ആൾക്കാർ പെരുമാറുന്നത് പോലെയാണോ അയാൾ പെരുമാറിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി അപ്പോഴത്തെ സിറ്റുവേഷനിൽ അദ്ദേഹം അങ്ങനെ പെരുമാറിയതാണെന്നും രേവതിയുടെ കയ്യിൽ ചെയിൻ കണ്ടപ്പോൾ മോഷ്ടിച്ചതാണെന്ന് അദ്ദേഹം കരുതിയെന്ന് പറഞ്ഞു ശ്രുതി. കയ്യിൽ ചെയിൻ കണ്ടാൽ ഉടനെ മോഷ്ടിച്ചതാണെന്ന് പറയാൻ പറ്റുമോ? കള്ളിയെന്ന് വിളിക്കാൻ പറ്റുമോ? ഇവള് വർഷയുടെ കയ്യിൽ നിന്ന് പൊട്ടിച്ചെടുത്താണോ മാല? അല്ലല്ലോ. ആണോ? പൂമാലയിൽ കുരുങ്ങിപ്പോയൊരു മാല അതെടുക്കാൻ നോക്കി, അതിനിവളെ കള്ളിയാക്കല്ലേ ചെയ്തതെന്ന് സച്ചി അന്നേരം ഇവളോടും ചോദിക്കുക. അപ്പോൾ അല്ല രേവതി എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്? അത് കേട്ടെന്താ ഞാൻ ചുമ്മാ ഇരിക്കുമെന്ന് നീയൊക്കെ വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയോടും നമ്മുടെ സച്ചി തട്ടിക്കയറുക. അതിന് നീ കൈ നീട്ടി അടിക്കണമെന്ന് ചോദിച്ചു ചന്ദ്രമതി. വയസ്സിനെ ബഹുമാനിക്കണ്ടേ? അദ്ദേഹം ഏത് നിലയിലുള്ള മനുഷ്യനാണെന്ന് നിനക്കറിയാമോ? അയാൾ ഏത് നിലയിലായിരുന്നാലും എനിക്കെന്താ? എൻ്റെ അച്ഛനേക്കാളും വലിയ ആളൊന്നും അല്ലല്ലോ അയാളെന്ന് നേരം നമ്മുടെ സച്ചി ചോദിച്ചു. രവിയേട്ടൻ നേരം ഭയങ്കര ഇതിൽ നിൽക്കുക. പണം ഉണ്ടാക്കിയാൽ മാത്രം വലിയ മനുഷ്യനൊന്നും ആവില്ല, എന്നാൽ മനസ്സും കൂടി ഉണ്ടാവണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാവണം ആദ്യം. അതുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ വലിയ മനുഷ്യനായി കാണുന്നതെന്ന കാര്യവും സച്ചി ഇങ്ങനെ പറയുമ്പോൾ രവിയേട്ടൻ അത് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. എൻ്റെ അച്ഛൻ വെട്ടിക്കളഞ്ഞ കാൽനഖത്തോളം വരില്ല അയാൾ, എനിക്ക് അത്രയേ ഉള്ളൂ അയാളെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ നീ പലതും പറയുകയാണെന്നും വർഷയുടെ അച്ഛനോട് നിനക്ക് മുന്നേ തന്നെ ദേഷ്യമുണ്ട്, ഒരു ചാൻസ് കിട്ടിയപ്പോൾ നീ കാര്യമായിട്ടങ്ങ് പെരുമാറി അത്രേ ഉള്ളൂ എന്ന് ശ്രുതി പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി നമ്മുടെ സുധീരുടെ അടുത്തേക്ക് സച്ചി അങ്ങ് ചെന്നു. എടാ പഠിച്ച ക്രിമിനലേ, നിന്നെ പോലെ അല്ലടാ ഞാൻ മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കാറില്ല, കൊടുക്കേണ്ടതേ അപ്പം കൊടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ അതാ നിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാനും കരുതിയതല്ല മോനെ എന്ന് പറഞ്ഞ അച്ഛൻ പറയുമ്പോൾ അച്ഛാ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതി ഞാൻ സൈലൻ്റായി തന്നെ ഇരുന്നത്. രേവതിയോട് ചോദിച്ചു നോക്കും. അപ്പോൾ എന്നോട് പോലും സംസാരിച്ചിരുന്നില്ല അച്ഛാ, വായടച്ച് തന്നെ ഇരിക്കുകയായിരുന്നു സച്ചേട്ടൻ എന്ന് രേവതിയും പറഞ്ഞു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടതല്ലേ, ആദ്യമൊക്കെ ഞാൻ ക്ഷമിച്ചു, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യയെ പറ്റി കണ്ടവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനെന്താ എല്ലാം കേട്ട് ചുമ്മാ ഇരിക്കണോ? അതാണോ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കും കേട്ടോ. ചന്ദ്രമതി നേരം രേവതി തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അധ്വാനിച്ച് കഴിയുന്നവളാണ് രേവതി. പൂ വിൽക്കുമ്പോൾ ഒരു രൂപ പോലും അധികമായി വാങ്ങിക്കില്ല, അന്യൻ്റേതായ ഒന്നും അവൾ ആഗ്രഹിക്കില്ല. സത്യസന്ധതയോടെ ജീവിക്കുന്ന ഇവളെയാണ് അവർ കള്ളിയെന്ന് വിളിച്ചത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നതല്ല. എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ അച്ഛാന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു.
ഈ വീട്ടിലെ പണം മോഷിച്ച് ഓടിപ്പോയി ഒരുത്തനുണ്ടല്ലോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി അതാരാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതൊരു1000 തവണ പറയട്ടെ, നിനക്കും പറയാമല്ലോ, പറയാമായിരുന്നില്ലേ, അല്ലാതെ ഒരു വലിയ മനുഷ്യനെ അടിച്ചത് ശരിയല്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഇവിടുത്തെ 2ാമത്തെ ഓട്ടക്കാരൻ്റെ കൂടെ ഓടിപ്പോയി കല്യാണം കഴിച്ച അയാളുടെ മകള്, അതിൻ്റെ പേരിൽ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ വരെ കിടക്കേണ്ടി വന്നു. എന്നിട്ടും അതൊക്കെ മറന്ന് അച്ഛനെ 2നെയും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചില്ലേ, ഇദ്ദേഹം തന്നെയാണ് വലിയ മനുഷ്യൻ, സാല്യൂട്ട് അടിക്കണം ഇദ്ദേഹത്തിനെ എന്ന് പറഞ്ഞു സച്ചി. ആ മധുസൂദനൻ വലിയ മനുഷ്യനൊന്നുമില്ല, പണത്തിൻ്റെ അഹങ്കാരം അയാൾക്ക്, പണത്തിൻ്റെ ഹുങ്ക അയാൾ കാണിക്കുന്നത്. അയാൾക്കിട്ട് ഞാൻ അടിയേ കൊടുത്തുള്ളൂ. കയ്യും കാലും തല്ലി ഓടിക്കാത്തവർ നിങ്ങൾ സന്തോഷിക്കുക. എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കേട്ടോ. അപ്പൊ കള്ളിയെന്ന് വിളിച്ചാൽ നിന്റെ ഭാര്യ എന്താ അഴിഞ്ഞില്ലാണ്ടാവുമെന്ന് ചോദിച്ചു ചന്ദ്രമതി. ഈ വീട്ടിലെ പണം മോഷിച്ചിട്ട് ഓടിപ്പോയ ഒരുത്തനുണ്ടല്ലോ ഇവിടെ. അപ്പോഴും ശ്രുതി ഇങ്ങനെ നിൽക്കുക, ചന്ദ്രമതിയുടെ വായിലും ഇങ്ങനെ മിണ്ടാട്ടം മുട്ടിക്കുക. വീട്ടിൽ പറയാതെ ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റുകയും കട മാറ്റുകയും എന്ന് വേണ്ട എല്ലാ കള്ളത്തരം കാണിക്കുന്ന ഒരുത്തിയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് സകല ചരിത്രം അങ്ങ് വിളമ്പിയില്ലേ. നാണം കെട്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും. അവരെ വിളിക്ക് കള്ളിന്നൊക്കെ, അല്ലാണ്ട് എന്നെ അല്ല വിളിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് അങ്ങ് പറഞ്ഞു. അങ്ങനെ സകലതും വിളിച്ചു പറയാം സച്ചി. അല്ലാതെ ഒരു കള്ളത്തരവും കാണിക്കാത്ത എൻ്റെ ഭാര്യയെ വിളിച്ചാൽ ഞാൻ അടിക്കും ഇടിക്കും, ചിലപ്പോൾ ചവിട്ടിയെന്നും വരുമെന്നും പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോൾ സച്ചി നിന്നെ എനിക്ക് മനസ്സിലാകൂടാ, നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവൻ അടി ഇരുന്ന് വാങ്ങിയതാണെന്നുള്ളത്. നടന്നു. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്ത് പറയാനാണെന്ന് ചോദിക്കുമ്പോൾ പറയാനുണ്ട്, ഇവർ 2 പേരും ഇനി ഈ വീട്ടിൽ താമസിക്കരുത്, പുറത്തു പോകണമെന്ന് ചന്ദ്രമതി പറയുമ്പം ഇത് തന്നെയല്ലേ നിങ്ങൾ നേരത്തെ പലതവണ പറഞ്ഞത് അല്ലേ? അതെ, ഇനിയും പറയും. രവിയേട്ടാ ഇവരോട് പുറത്തു പോകാൻ പറ. അപ്പോൾ ഇവരെന്തിനു പുറത്ത് പോകണം? അല്ല, ഇത്രയും നേരം പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഈ വീട്ടിൽ ഇവരുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് ചന്ദ്രമതി. അതും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോണു. ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രവിയേട്ടന് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക. ചന്ദ്രമതി ഉമ്മറത്ത് പോയിട്ട് പോണോ ഒന്ന് ഓർത്ത് പേടിച്ച് വരച്ച കസേര പോയതിനെ ഇരിക്കും. അവരിറങ്ങി പോവില്ല, ചന്ദ്രമതിക്ക് പുറത്തിറങ്ങേണ്ടിയും വരും. അങ്ങനെ ചന്ദ്രമതി അവിടെ ഭയങ്കര കലിപ്പിച്ചിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് മക്കളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു രവിയേട്ടനും. അപ്പോൾ അത്രയ്ക്കൊക്കെ കാര്യങ്ങൾ അങ്ങ് എത്തിയല്ലേ, ശരി ആയിക്കോട്ടെ അച്ഛാ ഞങ്ങളിവിടെ താമസിക്കും, അമ്മ പോട്ടെ നമ്മുടെ സച്ചി പറയുമ്പോൾ ചന്ദ്രമതി ഞെട്ടി. ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല സച്ചി അങ്ങനെ പറയുമെന്ന്. എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിരിക്കാം. ഇവൻ്റെ ഒരു കാര്യം, ആരും ഇപ്പോൾ ഇവിടുന്ന് പോകുന്നില്ലെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. ചന്ദ്രേ എന്താ നിന്റെ പ്രശ്നം? ഇവർ 2 പേരും ഇവിടെ നിൽക്കുന്നിടത്തോളം വർഷയും ശ്രീകാന്തും ഈ വീട്ടിലേക്ക് വരില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഇവിടെ ആരും ഇൻവെസ്റ്റിഗേഷൻ ലെറ്റർ ഒന്നും അടിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ തന്നെ പൊയ്ക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറയുന്നത് കേട്ടപ്പോൾ നോക്ക് രവിയേട്ടാ, ഇവരിവിടെ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് രവിയേട്ടൻ തർപ്പിച്ചു പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. ഈ സമയത്ത് ഇവർ 2 പേരും ഇവിടെ താമസിച്ചാൽ ഇവിടെയുള്ള ഓരോരുത്തരായിട്ട് വെളിയിൽ പോകേണ്ടി വരുമെന്നും ഇവരോട് ഇറങ്ങി പോകാനൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു. രവിയേട്ടൻ ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ പോകണമല്ലേ എന്ന് സച്ചി ഇവരോട് ചോദിക്കുമ്പം അതെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവസാന തീരുമാനമായിട്ട് ഇങ്ങനെ പറയുന്നു. ശ്രുതിയും സന്തോഷമായിട്ട് നിൽക്കുക കേട്ടോ. ശരി ഞങ്ങൾ പോയേക്കാമെന്ന് സച്ചിയും തീരുമാനം എടുക്കുന്നു. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പോകാമെന്ന് നമ്മുടെ സച്ചി സമ്മതിച്ചപ്പോഴത്തേക്കും ശ്രുതിക്കും സന്തോഷം. ഈ നേരത്ത് സച്ചി അച്ഛനോട് അച്ഛാ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്ന് പറയുക. രേവതി നീ ചെന്ന് ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കാൻ പറഞ്ഞു. രവിയേട്ടനാകെ ധർമ്മസങ്കടത്തിലായി. ചന്ദ്രമതി ഭയങ്കര നല്ല ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് രവിയേട്ടൻ മോളവിടെ നിൽക്കാൻ പറഞ്ഞു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയെന്ന് അച്ഛൻ മോനോട് ചോദിക്കുമ്പം അമ്മ പറഞ്ഞത് കേട്ടില്ലേ അച്ഛാ, പോയേക്കാം, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് സച്ചിയും തീരുമാനം എടുക്കുക. ചന്ദ്രമതി തലയെടുപ്പോടുകൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും രേവതി നീ എന്താ നോക്കി നിൽക്കുന്നേ, ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. സച്ചി നീ വെറുതെ തമാശ കളിക്കരുതെന്ന് രവിയേട്ടൻ പറയുമ്പം ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞച്ചാ, ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതി അവിടുന്ന് പടി ഇറങ്ങാനായിട്ട് തുടങ്ങും. ഇനി ഇവിടെ അച്ഛനും ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞ് രവിയേട്ടനെയും കൂടെ സച്ചി വിളിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഞെട്ടി. നമുക്ക് പോകാം അച്ഛാ, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. രവിയേട്ടൻ നേരം ചന്ദ്രമതി നോക്കുക. ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷയില്ല സച്ചി അങ്ങനെ പറയുമെന്ന്. അങ്ങനെ അല്ലെങ്കിൽ ആരുടെയും ഡ്രസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാമെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. അയ്യോ ചന്ദ്രമതിയുടെ ഗ്യാസ് പോയി. അച്ഛാ വാ രേവതി വാ നമുക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛനെയും വിളിക്കാം നമ്മുടെ സച്ചി. എന്നിട്ട് അച്ഛൻ്റെ കയ്യെ പിടിച്ച് വാ അച്ഛൻ വന്നേ പോവാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അച്ഛൻ്റെ കയ്യും പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു.
അപ്പോൾ അവർക്കൊക്കെ പൊള്ളി. അച്ഛൻ്റെ മകൻ്റെ കൂടെ ഇറങ്ങി പോകാൻ തയ്യാറായി, കൂടെ പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചോ. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു. ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുക. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.